പാട്ടുകാരൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആ പാട്ടുകാരന് യോജിച്ച ഒരു ശ്രുതി അത് ഫിക്സ് ചെയ്യണം. അതിപ്പോൾ എങ്ങനെ ഒരു ശ്രുതി, ഒരു പാട്ടുകാരനൊരു ശ്രുതി എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ടീച്ചേഴ്സോ അല്ലെങ്കിൽ മാഷന്മാരോട് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ താഴത്തെ പഞ്ചമം അതുപോലെ മേലിലുള്ള പഞ്ചമം, താരസ്ഥായിലുള്ള പഞ്ചമം, ഈ രണ്ട് പഞ്ചമങ്ങളും അനായാസമായിട്ട് നമുക്ക് പാടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ചില ആളുകൾക്ക് സിയിൽ ചിലപ്പോൾ ഈ സംഭവങ്ങൾ ചിലപ്പോൾ താഴത്തെ പഞ്ചമം അല്ലെങ്കിൽ മുകളിലത്തെ പഞ്ചമം പാടാൻ സാധിക്കും. എനിക്ക് 1.5 കട്ടയ്ക്കാണ് ഞാനിപ്പോൾ പാടാറുള്ളത്. അതായത് സി അല്ല, സി ഡാഷ് ബ്ലാക്ക് 1. അപ്പോൾ അങ്ങനെ പാടുമ്പോൾ എനിക്ക് താഴത്തെ പഞ്ചമം മുതൽ മുകളിലുള്ള പഞ്ചമം വരെ ഒരു അനായാസമായിട്ട് എനിക്ക് പാടാനായിട്ട് പറ്റുന്ന ഒരു ശ്രുതിയാണ്. ആ ശ്രുതി എപ്പോഴും ആധാരമായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ വോയിസിൻ്റെ ക്വാളിറ്റി നന്നാവും. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോ ശ്രുതിയിൽ പാടാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാളിറ്റി പോകും. അപ്പോൾ നമ്മൾ പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശബ്ദത്തിൻ്റെ റേഞ്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ